ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ടാണ്. ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് വിൽ ബി ഇൻ്റഗ്രൽ ഓഫ് ദ ഇൻപുട്ട്, ദറ്റ് ഈസ് വി നോട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻപുട്ട്. ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഈസ് ഈക്വൽ ടു കെ ഇൻ്റഗ്രൽ വി ഐ ഡി ടി എന്ന് കിട്ടി. നമ്മൾ നേരത്തെ കേസിൽ കെ എന്ന് കിട്ടി, ആർ സി എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ സർക്യൂട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ഔട്ട്പുട്ട് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഇൻ്റഗ്രൽ ഓഫ് ദ ഇൻപുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിൽ ടോ ഈസ് ഈക്വൽ ടു ആർ സി എന്ന് നമുക്കറിയാൻ പറ്റും. ടോ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 10t. വാട്ട് ഈസ് ടി? അതായത് ഇൻപുട്ടിൻ്റെ ടൈം പീരീഡിനേക്കാളും 10 മടങ്ങ് ഹയർ ആയിരിക്കും ഈ ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി 1/RC ഇൻ്റഗ്രൽ വി ഐ ഡി ടി എന്ന് കിട്ടി. ഡിഫറൻഷ്യേറ്റിംഗ് സർക്യൂട്ടിൽ എന്താണ് ആർ സി ആണ് കിട്ടിയത്, ആർ സി ഡി വി ഐ ബൈ ഡി ടി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ ഇവിടെ 1/RC ഇൻ്റഗ്രൽ വി ഐ ഡി ടി എന്നുള്ളതാണ് ഉള്ളത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഡി സി ലെവൽ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിൻ്റെ എത്ര ഡി സി ലെവലാണോ അത് തന്നെയാണ് ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഡി സി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ടിൻ്റെ ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താ? ഈ കപ്പാസിറ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഹൈ ഫ്രീക്വൻസീസിനെല്ലാം താഴേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആരെയാണ് പാസ് ചെയ്ത് വെളിയിൽ പുറത്തോട്ട് പോകുന്നത്? ലോ ഫ്രീക്വൻസീസിനല്ലേ. അതുകൊണ്ട് ഇതിന് വിളിക്കുന്ന പേരാണ് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അതായത് ലോ ഫ്രീക്വൻസീസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസീസിനെയൊക്കെ ഗ്രൗണ്ടിലേക്ക് വിടുന്നു. ഓക്കെ, അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. എപ്പോഴ്? ഫ്രീക്വൻസി കൂടുമ്പോൾ. 1/2πfc അല്ലേ എക്സ് സി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് സി എപ്പോഴാണ് കുറയുന്നത്? എഫ് എന്ന് പറയുന്നത് കൂടുമ്പോൾ അല്ലേ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എക്സ് സിയും എഫ് എന്ന് പറയുന്നത്. 1/2πfc എന്നുള്ളതല്ലേ നമ്മുടെ ഇക്വേഷൻ. എക്സ് സി ഈസ് ഈക്വൽ ടു. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് ട്രയാങ്കുലർ വേവ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്ക്വയർ വേവ് കൊടുക്കുകയാണെങ്കിൽ, അതേപോലെ റെക്റ്റാങ്കുലർ വേവ് കൊടുക്കുകയാണെങ്കിൽ സോ ടൂത്ത് വേവ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ട്രയാങ്കുലർ വേവിനെ സ്ക്വയർ വേവ്. അപ്പോൾ ഡി സി ലെവൽ നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ സെയിം ഡി സി ലെവൽ തന്നെയാണ്. അതായത് 0 ആണ് ഇവിടെ പറയുന്നത്. ഇൻപുട്ടിൻ്റെ അതേ ഡി സി ലെവൽ തന്നെ. അപ്പോൾ സ്ക്വയർ വേവ് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? ട്രയാങ്കുലർ വേവ് കിട്ടി. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റന്റ് ഇൻ്റഗ്രൽ 1 ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ 1 ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി കിട്ടത്തില്ലേ? അതായത് ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം പീരീഡ്. ഈ ടൈം പീരീഡ് എങ്ങനെയാണ്? 0, 1, 2, 3, 4, 5. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ലൈൻ വന്നതിൻ്റെ റീസൺ ആയി പറയുന്നത്. അതായത് ഇൻ്റഗ്രൽ ഒരു കോൺസ്റ്റന്റ് ചെയ്തപ്പോഴത്തേക്ക് ഉടനെ ഈ ടൈം പീരീഡിൻ്റെ ഇത് തന്നെ തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ഇത് വന്നു. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ അതുകൊണ്ടാണ് അത് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഉടനെ നമുക്ക് ട്രയാങ്കുലർ വേവ് കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. ഇൻ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ? ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണെന്നുണ്ടെങ്കിൽ ടി ആണ് കിട്ടുന്നത്. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന 0, 1, 2, 3, 4, 5 ആണെങ്കിൽ അതൊരു ലൈനാണ്. ഇതല്ലേ 0, 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു ലൈൻ. പിന്നെ നെഗറ്റീവ് ലൈൻ, പോസിറ്റീവ് ലൈൻ, നെഗറ്റീവ് ലൈൻ, ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ വാല്യൂസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 10t ആയിരിക്കണം. അങ്ങനാണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് VF മൈനസ് VI ബൈ ടോ എന്നുള്ളതാണ്. അതായത് ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ ഡിവൈഡഡ് ബൈ ടോ. ഇപ്പോൾ ഇനീഷ്യൽ വാല്യൂ മൈനസ് വിയും ഫൈനൽ വാല്യൂ പ്ലസ് വിയും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ കർവ് എന്തായിരിക്കും? 2v ബൈ ടോ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കണ്ട? V0 ഇസ് ഈക്വൽ ടു 2v ബൈ ടോ ഇൻറ്റു t/2 ഇസ് ഈക്വൽ ടു എന്താ? VT ബൈ ടോ എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വൽ പ്രാക്ടീസിൽ ഈ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? VT ബൈ ടോവിനേക്കാളും വളരെ കുറവായിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എറൗണ്ട് ഒരു വാല്യൂ ആണ് V ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടോ എന്ന് പറയുന്നത്. ഓക്കെ, so thank you. We will discuss more about the voltage doubler and tripler circuit in the next class. So thank you.